ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ കൃഷ്ണമോളാണെങ്കിൽ അലീനയുടെ ബാഗ് എടുത്ത് ആ തുണികളൊക്കെ പരിശോധിക്കുകയാണ്. അവിടേക്ക് അലീനയും എത്തുന്നു. ആ മോളെ, നീ അതൊക്കെ എടുത്ത് നോക്കുകയാണോ? എങ്കിലും എൻ്റെ ചേച്ചി, എത്ര വൈരാഗ്യം ഉണ്ടായിട്ടായിരിക്കും ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? അതിനി തുന്നാനോ ഒട്ടിക്കാനോ ഒന്നും പറ്റത്തില്ല. അത് വിട്ടേക്ക്. ചേച്ചി ഇത് അച്ഛനോട് പറഞ്ഞില്ലല്ലോ, എങ്കിലേ ഞാൻ പറയും. എൻ്റെ മോളെ, അതൊക്കെ വലിയ വിഷയമായിക്കോട്ടെ. എങ്കിൽ നമുക്ക് സാവകാശം പറയാം അച്ഛൻ്റെ അടുത്ത്. ഇപ്പൊ നീ ഇത് വലിയ വിഷയമാക്കല്ലേ. ഞാനേ നിനക്ക് വേണ്ടിയിട്ട് സ്പെഷ്യൽ കോഫി ഉണ്ടാക്കിയിട്ടുണ്ട്, അതങ്ങ് തണുത്തു പോവും. വന്നേ എന്ന് പറഞ്ഞ് നമ്മുടെ കൃഷ്ണമോളെ കൂട്ടിയിട്ട് പോകുന്നു. പിന്നീട് നമ്മുടെ ബാലേന്ദ്രൻ ജ്വല്ലറിയിൽ നിന്ന് വരുന്നു. അപ്പൊ അലീന മുറ്റത്തേക്ക് ഇറങ്ങി നിൽക്കുന്നുണ്ട്. അലീനയെ കണ്ടതും ബാലേന്ദ്രൻ, 2 ദിവസമായില്ലേ ഇവിടുന്ന് പോയിട്ട്, അങ്ങോട്ടേക്ക് പോയാൽ ഇവിടുത്തെ ഒരു ചിന്തയില്ലല്ലേ? എനിക്ക് മനസ്സിലായി അച്ഛാ. അച്ഛൻ ഇവിടെ ഞാനില്ലായിട്ട് മിസ് ചെയ്തു, അതല്ലേ കാര്യം. അതിന് ഞാനിവിടെ ഉണ്ടായിട്ട് വേണ്ടേ? ഞാൻ ജ്വല്ലറിയിൽ പോയിരിക്കും. ഹോസ്പിറ്റലിലെ കാര്യമൊക്കെ എങ്ങനെ ഉണ്ടാച്ചാ? അതൊക്കെ നന്നായിട്ട് നടക്കുന്നുണ്ട്. നീ പോയ കാര്യം എന്തായി? ഞാൻ നല്ല ഹാപ്പി ആയിട്ടാ അച്ഛാ പോയത്. എല്ലാവരെയും കണ്ടു. കൊല്ലത്ത് പോയി ചിന്നുമോളെ കാണാൻ പറ്റി. പിന്നെ രേവതിക്കുട്ടിയുടെ റിലേറ്റീവ്സിനെയും കാണാൻ പറ്റിയെന്ന് പറയുമ്പോൾ അവളുടെ റിലേറ്റീവ്സ് എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുകയാണ്. അതൊക്കെ വലിയ കഥയാച്ചാ, പിന്നീട് പറഞ്ഞുതരാം. ആ ഗേറ്റ് ഒന്ന് അടച്ചോട്ടെ അച്ഛാ, ഇനി ആരും വരത്തില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ, ഇനി ആര് വരാനാടി ഈ രാത്രിയിൽ, നീ അത് അങ്ങ് അടച്ചേക്ക് എന്ന് പറയുമ്പോൾ അലീന പോയിട്ട് അടയ്ക്കുവാണേ. പിന്നീട് നമ്മുടെ കൃഷ്ണമോളാണെങ്കിൽ അലീനയുടെ ഡ്രസ്സ് കട്ട് ചെയ്ത കാര്യം പറയാൻ വേണ്ടിയിട്ട് ബാലേന്ദ്രന്റെ റൂമിലെത്തുന്നു. അച്ഛാ, നീ എന്താടി എങ്ങോട്ടെങ്കിലും പോവാണോ ബാഗൊക്കെ എടുത്തിട്ട്? അച്ഛനെ ഒരു സംഗതി കാണിച്ചരാ. എന്താ, ഇതിൽ ഒരു കിളിക്കുഞ്ഞുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ കൃഷ്ണമോള ആ ഡ്രസ്സൊക്കെ എടുത്ത് കാണിച്ചു കൊടുക്കുകയാണെ. അയ്യോ, ഇതെന്താ പറ്റി? എലി വെട്ടിയതാണോ? ആ, ഒരെലി വെട്ടിയതാ. പക്ഷേ കത്രിക കൊണ്ട് വെട്ടാൻ അറിയുന്ന എലിയാ. അതാരാടി അങ്ങനെ ഒരു എലി? നീ കാര്യം പറ കൃഷ്ണമോളെ. അച്ഛാ, ഇത് അലീനേച്ചിയുടെ ബാഗാ. അലീനേച്ചിയുടെ ഡ്രസ്സും. അലീനേച്ചി എറണാകുളത്തിന് പോയി വരുമ്പോ കണ്ട കാഴ്ചയായത്. ഇവിടെ ഇതിപ്പോ ആര് ചെയ്യാനാ? അച്ഛനല്ലല്ലോ, ഞാനും അല്ല. പിന്നെയുള്ളത് ബബിതേച്ചിയും രോഹിത്തേട്ടനോ. ഇതിന് ദൃക്സാക്ഷികളും ഇല്ല എന്ന് പറയുമ്പോ അലീന എന്നിട്ട് എന്റെ അടുത്ത് പറഞ്ഞില്ലല്ലോ. പറയില്ല, അച്ഛൻ വഴക്കിടും. ഇങ്ങനൊരു കാര്യം ഈ വീട്ടിൽ സംഭവിച്ചാൽ എന്നെയല്ലേ അലീന ആദ്യം അറിയിക്കേണ്ടത്? അവളെ ഇങ്ങ് വിളിച്ചോണ്ട് വാ എന്ന് പറയുമ്പോൾ നമ്മുടെ കൃഷ്ണമോള് അലീനയെ വിളിക്കാൻ വേണ്ടിയിട്ട് താഴോട്ട് പോകുന്നു. ഈ വീട്ടിൽ ഇതെന്തൊക്കെയാണാവോ സംഭവിക്കുന്നത് എന്നും ചോദിച്ച് ബാലേന്ദ്രൻ നിൽക്കുവാണേ. അങ്ങനെ നേരെ ചെന്ന് അലീനയെ വിളിക്കുക. അലീനേച്ചി എന്താടി? അലീനേച്ചിയെ ദേ അച്ഛൻ വിളിക്കുന്നു. നല്ല വഴക്ക് കിട്ടും. എന്നാത്തിനാ? ഞാനൊന്നും ചെയ്തില്ലല്ലോ. അപ്പോ പേടിയുണ്ടല്ലേ? പേടിക്കാതെ പറ്റില്ലല്ലോ. എന്താടി മോളെ കാര്യം? അച്ഛനെ അലീനേച്ചിയോട് ഒരു സംശയം ചോദിക്കാനുണ്ട്, നേരെ ചെല്ലാൻ വേണ്ടിയിട്ട് പറഞ്ഞു എന്ന് പറയുമ്പോൾ അലീന കയറി പോവാണ് കേട്ടോ. അതും കേട്ടുകൊണ്ട് നമ്മുടെ ബബിത വരുന്നുണ്ട്. എന്താ കൃഷ്ണ കാര്യം? അതോ, അലീനേച്ചിയുടെ ഡ്രസ്സ് മുഴുവൻ കീറി പറിച്ചു വെച്ചിരിക്കുക എന്ന് കേട്ടപ്പോഴേക്കും ബബിത ചോദിക്കും, അത് അച്ഛൻ എങ്ങനെയാ അറിഞ്ഞത്? അച്ഛൻ എങ്ങനെയാ അറിഞ്ഞതെന്നോ? അപ്പോ ബബിതേച്ചിക്ക് അറിയായിരുന്നു. എനിക്കെങ്ങനെ അറിയാനാടി? അല്ല, സാധാരണ കീറിപ്പറിച്ചു വെച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ അതാരാ ചെയ്തത് എന്നാണ് ചോദിക്കേണ്ടത്. പക്ഷെ ചേച്ചി ചോദിച്ചത് അതല്ല, അച്ഛൻ എങ്ങനെ അറിഞ്ഞു എന്നുള്ള കാര്യമാണ്. അതിനർത്ഥം ചേച്ചിക്ക് അറിയായിരുന്നു എന്നല്ലേ? ആ, എനിക്കറിയായിരുന്നു. നീ എന്തിനാടി അച്ഛൻ്റെ അടുത്ത് പോയി കൊളത്തി കൊടുത്തത്? തെറ്റ് ചെയ്തത് ആരാന്നറിയണ്ടേ ചേച്ചി? എനിക്ക് 2 കിട്ടാത്തതിന്റെ കുറവാ. എനിക്ക് കിട്ടില്ല, ചേച്ചിക്ക് ചിലപ്പോൾ കിട്ടുമായിരിക്കും. അച്ഛൻ എന്നെ അടിക്കുവോ? അടിച്ചാ നാളെ രാവിലെ തന്നെ അവളുടെ ബാക്കി വന്ന ഡ്രസ്സ് കൂടി ഞാൻ കീറും. പോരാത്തതിന് അവളുടെ തലമുടി ഞാൻ വെട്ടിക്കളയും, മൊട്ട തലച്ചിയാക്കും. ആ, അച്ഛൻ ചോദിക്കുമ്പോഴും ഇത് തന്നെ പറയണേ. അച്ഛൻ ചോദിക്കട്ടെ, ഞാൻ പറഞ്ഞോളാം എന്ന് പറയാൻ കേട്ടോ ബബി. അലീന അങ്ങ് കയറി ചെല്ലുമ്പോൾ ബാലേന്ദ്രൻ ആ തുണിയുടെ ഓട്ടയിലൂടെ ഇങ്ങനെ നോക്കുവാണ്. സകലതും കീറിപ്പളച്ചു കളഞ്ഞല്ലോ മോളെ. ഇത് യൂസ് ചെയ്യാൻ കൂടി പറ്റത്തില്ല അച്ഛാ. ഒന്ന് തുന്നി ചേർക്കാൻ പോലും പറ്റത്തില്ല. ഡ്രസ്സ് പോയതിൽ നീ വിഷമിക്കേണ്ട കേട്ടോ. ഇതൊക്കെ ആരാ ചെയ്തതെന്ന് വല്ല ഊഹമുണ്ടോ? അറിയില്ല അച്ഛാ. കൃഷ്ണമോൾ ഏതായാലും ഇത് ചെയ്യാൻ പോകുന്നില്ല. പിന്നെയുള്ളത് ബബിതയും രോഹിത്തും അല്ലേ? അവരാരെങ്കിലും ആണോ ഇത് ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ അറിയില്ല അച്ഛാ. അവരല്ലാതെ പിന്നെ പുറത്തുനിന്ന് ആരെങ്കിലും വന്നോ? അവരാണെന്ന് പറയാൻ നമ്മളെ കയ്യിൽ തെളിവൊന്നും ഇല്ലല്ലോ. ഇനി പുറത്തുനിന്ന് ആരെങ്കിലും വന്ന് ചെയ്തോന്നും നമുക്ക് അറിയത്തില്ലല്ലോ അച്ഛാ. ഞാൻ എറണാകുളത്തല്ലായിരുന്നോ? നീ ബബിതയെ വിളിക്ക് അച്ഛാ. അവളാണെങ്കിൽ തന്നെ അച്ഛൻ അടിക്കാനൊന്നും നിൽക്കരുത്. സാവകാശം പറഞ്ഞു മനസ്സിലാക്കി കൊടുത്താൽ മതി. അത് നീയാണോടി തീരുമാനിക്കാൻ? ഇങ്ങനെ തോന്നിയാസം ചെയ്ത് വെച്ചിട്ട് ഇതാണ് ഞാൻ അച്ഛനോട് ഒന്നും പറയാതിരുന്നത്.
അച്ഛന് വേഗം ദേഷ്യം പിടിക്കും. ഇത് അവളാണ് ചെയ്തതെങ്കിൽ അവളെ അടിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല അച്ഛാ, സൗമ്യമായിട്ടൊന്ന് പറഞ്ഞു കൊടുത്താൽ മതി. അകന്നു പോകുന്നവരെ അടുപ്പിക്കാനല്ല അച്ഛാ നോക്കേണ്ടത്. ചിലപ്പോ എന്നോടുള്ള ദേഷ്യം കൊണ്ട് ചെയ്തതായിരിക്കും. അത് അതോടെ കഴിഞ്ഞില്ല അച്ഛാ, നമുക്ക് ചോദിക്കണ്ട, വിട്ടുകളയാ. ഏയ് അങ്ങനെ പറഞ്ഞാൽ പറ്റത്തില്ല. ഇതൊക്കെ കണ്ട് ഞാനിങ്ങനെ മനസ്സമാധാനത്തോടെ ഉറങ്ങും. നീ അവളെ വിളിക്ക് അലീന. അച്ഛാ പ്ലീസ്. അതിൽ പലതും എനിക്ക് യൂസ് ചെയ്യാൻ പറ്റാത്തതായിരുന്നു. ഇവിടെ വന്നതിന് ശേഷം ഞാൻ വണ്ണം വെച്ചില്ലേ, നീ എന്നെ പഠിപ്പിക്കണ്ട. നീ അവളെ ഇങ്ങ് വിളിച്ചോ. ശരി അച്ഛാ, ഞാൻ വിളിച്ചോണ്ട് വരാം എന്ന് പറഞ്ഞിട്ട് ബബിതയെ വിളിക്കാൻ വേണ്ടിയിട്ട് അലീന താഴോട്ട് ഇറങ്ങിപ്പോന്നു. അങ്ങനെ അലീന വന്നിട്ട് ബബിതയോട് അച്ഛൻ വിളിക്കുന്നു എന്ന് പറയും. ബബിത അങ്ങ് കയറി പോവാണ്. അപ്പോൾ നമ്മുടെ കൃഷ്ണമോള് ചോദിക്കുന്നുണ്ട് കേട്ടോ, അച്ഛൻ നല്ല ദേഷ്യത്തിലാണോ ചേച്ചി? ദേഷ്യത്തിലായിരുന്നു, ഞാൻ അല്പം തണുപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇനി അവൾ തർക്കുത്തരമൊന്നും പറയാതിരുന്നാൽ മതിയെന്ന്. അങ്ങനെ ബബിതയാണെങ്കിൽ ബാലേന്ദ്രന്റെ അടുത്തെത്തുന്നു. ബാലേന്ദ്രൻ ചോദിക്കും, ഈ തുണിയൊക്കെ കീറി പറിച്ചതാരാന്ന് നിനക്കറിയോ? ഒന്നും മിണ്ടാതെ നിൽക്കണേ. നിന്നോടോ ചോദിച്ചേ? ഇവിടെ മറ്റാരുമില്ല. ആ എനിക്കറിയാം. ഓ നിനക്കറിയോ? ആരാ? ഞാൻ തന്നെയാ. ഞാൻ തന്നെയാ? പറയാനൊരു ഉളുപ്പും ഇല്ലല്ലോ. നിനക്ക് ചെകിടടച്ച ഒന്ന് തന്നാലുണ്ടല്ലോ എന്നും പറഞ്ഞ് അങ്ങ് ഊങ്ങുന്നുണ്ട് കേട്ടോ. നിനക്കെന്താടി വട്ടാണോ ഇങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്? അവള് കഷ്ടപ്പെട്ട് പണിയെടുത്തുണ്ടാക്കിയ പൈസ കൊണ്ടല്ലേ ഈ ഡ്രസ്സൊക്കെ വാങ്ങിയത്. നീ എന്തിനാടി ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? എനിക്ക് അവളിവിടെ നിൽക്കുന്നത് ഇഷ്ടമല്ല, അതുകൊണ്ടാ ഞാൻ അങ്ങനെയൊക്കെ ചെയ്തത്. അപ്പോ നിനക്ക് എന്നെയും ഇഷ്ടമുണ്ടാവില്ലല്ലോ. പറയടി, എന്നോട് നിനക്ക് ദേഷ്യല്ലേ? ഉണ്ട്. അപ്പോ നീ എൻ്റെ തലയിൽ കൂടി പെട്രോൾ ഒഴിച്ച് തീ കൊടുക്കുവോ? അവളെ ഇവിടെ നിർത്തുന്നത് കൊണ്ട് അച്ഛനോടും അവളോടും എനിക്ക് നല്ല ദേഷ്യ. ആ ദേഷ്യം ഇനി മാറാനും പോകുന്നില്ല. എന്നോട് ദേഷ്യമുള്ളവര് ഇവിടെ ഞാൻ വാങ്ങി തരുന്ന ഡ്രസ്സ് എന്തിനിടണം? അവൾ വെച്ചുണ്ടാക്കുന്ന ഭക്ഷണം നീ എന്തിനു കഴിക്കണം? ഞാൻ വാങ്ങിച്ചിട്ട മെത്തയിൽ നീ എന്തിനു കിടക്കണം? ഞാൻ പണി കഴിച്ച വീട്ടിൽ നീ എന്തിനു താമസിക്കണം എന്നൊക്കെ കൂടി ചോദിക്കുമ്പോൾ ബബിത പറയും, അമ്മയൊന്ന് ഡിസ്ചാർജ് ആയിക്കോട്ടെ, ഞാൻ പൊയ്ക്കോളാം. ഓ അത് അമ്മ ഉരുട്ടി തരുമ്പോഴല്ലേ? ഇതുവരെ ഉരുട്ടിയിട്ടില്ലല്ലോ. ഉരുട്ടിക്കൊണ്ടിരിക്കുന്നതല്ലേ ഉള്ളൂ. അതുവരെ ഞാൻ പറഞ്ഞത് അനുസരിച്ച് ഇവിടെ ജീവിക്കേണ്ടി വരും. ഇത്തവണത്തേക്ക് കൂടി ഞാൻ ക്ഷമിച്ചിരിക്കാം. നീ പോയി 3 ജോഡി ഡ്രസ്സ് ടെക്സ്റ്റൈൽസിൽ നിന്ന് അലീനയ്ക്ക് എടുത്തു കൊടുക്കുക. അതെനിക്ക് പറ്റത്തില്ല. നിനക്ക് പറ്റും. ഈ വീട്ടിൽ എൻ്റെ മകളായി ജീവിക്കുമ്പോൾ നിനക്ക് പറ്റിയേ പറ്റൂ. നാളെ കോളേജിൽ പോകുന്നതിന് മുൻപ് ടെക്സ്റ്റൈൽസിൽ പോയി അവൾക്ക് 3 ജോഡി ഡ്രസ്സ് എടുത്ത് കൊടുത്തിട്ട് നീ കോളേജിലോട്ട് പോയാൽ മതി എന്ന് പറയുമ്പോൾ ദേഷ്യത്തോടെയാണ് കേട്ടോ ബബിത താഴോട്ട് ഇറങ്ങി പോകുന്നത്. പിന്നീട് ബബിത ഇറങ്ങി വരുമ്പോൾ കൃഷ്ണമോളും അലീനയും കൂടെ താഴെ നിൽക്കുന്നതായിരിക്കും കേട്ടോ കാണുക. നിങ്ങൾ രണ്ടുപേരും ഒത്തുചേർന്ന എനിക്ക് എതിരെ അച്ഛനോട് പറഞ്ഞു കൊടുത്തല്ലേ? ഒത്തു കളിച്ചിട്ട് എന്ത് കിട്ടാനാ ചേച്ചി? എടി നീ എൻ്റെ അനിയത്തിയല്ലേ, അപ്പോൾ എൻ്റെ കൂടെയല്ലേ നീ നിൽക്കേണ്ടത് എന്ന് പറയുമ്പോൾ കൃഷ്ണ, അലീനേച്ചിയുടെ അനിയത്തിയും ഞാൻ തന്നെയാ. അപ്പോൾ ചേച്ചിക്കെതിരെ ആരെന്ത് കെട്ടിയാല് എനിക്ക് വെറുതെ ഇരിക്കാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. ബബിതേച്ചിയെ ഉപദ്രവിക്കാൻ അലീനേച്ചി വന്നില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ ബബിത നേരെ അലീനയുടെ അടുത്തേക്ക് പോവാ. നീ എന്തൊക്കെയാടി അച്ഛനോട് എന്നെ കുറിച്ച് പറഞ്ഞു കൊടുത്തത്? ഞാൻ ഒരക്ഷരം നിന്നെ കുറിച്ചൊന്നും പറഞ്ഞു കൊടുത്തില്ല. വേണമെങ്കിൽ എനിക്ക് പറയായിരുന്നു, നിനക്കങ്ങ് അതുകൂടി പറയായിരുന്നില്ലേ? അവസാനം മോളെ ഞാൻ തന്നെ കാണൂ. ഞാനേ നാശകോശായാലും നിന്റെ ഒരു സഹായം എനിക്ക് വേണ്ട. നീ ആരോടാണ് പറയുന്നതെന്ന് നിനക്ക് അറിയില്ല മോളെ. നാശം. ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് ഇറങ്ങി പോകാവോ? ഞങ്ങൾ എങ്ങനെയെങ്കിലും ഒന്ന് ജീവിച്ചോട്ടെ എന്നും പറഞ്ഞ് ബബിത അങ്ങ് പോകുക. അത് കേൾക്കുമ്പോൾ നമ്മുടെ കൃഷ്ണമോള് ചോദിക്കും, എന്താ ചേച്ചി സംഭവം? അതെ മോളെ, ഞാൻ എറണാകുളത്ത് നിന്ന് വരുമ്പോ ഇവിടെ ഒരുത്തൻ ഉണ്ടായിരുന്നു, ഒരു തേനീച്ചത്തല പോലെയുള്ളവൻ. കണ്ടല്ലേ, ഭ്രാന്തനാണെന്ന് തോന്നും. ആണോ ചേച്ചി? അപ്പൊ ബബിതേച്ചി അമ്മയുടെ അടുത്തേക്ക് പോവാന്നാണല്ലോ പറഞ്ഞേ. ഇല്ലടി മോളെ, ഞാൻ വരുമ്പോഴേ വീട് പൂട്ടിയിട്ടിരിക്കായിരുന്നു. കോളിംഗ് ബെൽ അടിച്ചപ്പോ ബബിത വന്ന് വാതിൽ തുറന്നു. എന്നെ കണ്ടപ്പോൾ ഒരു പരിങ്ങല്. അപ്പൊ തന്നെ എനിക്ക് കാര്യം മനസ്സിലായി. ഇവിടെ ആരെങ്കിലും ഉണ്ടോ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ ആരും ഇല്ല എന്ന് പറഞ്ഞു. എന്നിട്ട് എന്നെ മെഡിക്കൽ ഷോപ്പിലേക്ക് പറഞ്ഞയക്കാൻ വേണ്ടിയിട്ടാണ് അവളുടെ സംസാരം. അപ്പോൾ ഞാൻ മുകളിലേക്ക് നോക്കിയപ്പോൾ അവിടെ ഒരുത്തൻ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ ഞാൻ അവിടെ പോയി നോക്കുമ്പോൾ ഒരുത്തൻ പമ്മിയിരിക്കുന്നു. ഞാൻ അപ്പം തന്നെ അവനെ പിടിച്ച് പുറത്തേക്കിട്ടു. അപ്പോൾ ബബിത അവൻ്റെ കൂടെ പോകാൻ വേണ്ടിയിട്ട് നിന്നു. ഞാൻ സമ്മതിച്ചില്ല മോളെ എന്ന് പറയുമ്പോൾ എൻ്റെ ഈശ്വര, ബബിതേച്ചപ്പോൾ കൈവിട്ട് പോയല്ലേ. അവൾ ഏതുവരെ പോയിട്ടുണ്ടെന്നൊന്നും എനിക്കറിയത്തില്ല മോളെ. പക്ഷേ ഏതുവരെ പോയാലും നമുക്ക് ബബിതയെ തിരിച്ചു പിടിക്കണം എന്ന് അലീന പറയാണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ബൈ.